കാൽവരിയിൽ വെച്ച് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകുന്നു. നമ്മെ ആ അമ്മയ്ക്ക് തൻ്റെ മക്കളായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ നിമിഷം മുതൽ സുവിശേഷം പറയുന്നത് യോഹന്നാൻ ആ അമ്മയെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അമ്മയാകട്ടെ സുവിശേഷം പ്രത്യേകം എടുത്തു പറയുന്നില്ല, പക്ഷെ തുടർന്നോട് ചരിത്രം കാണിക്കുന്നു. അമ്മയാകട്ടെ നമ്മെ ഓരോരുത്തരെയും, യോഹന്നാനെയും യോഹന്നാൻ പ്രതിനിധാനം ചെയ്യുന്ന നമ്മെ ഓരോരുത്തരെയും തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ ആ മാതൃഹൃദയം നമുക്കായി പിളർക്കപ്പെട്ടു എന്ന് പറയാം. കുരിശിൽ കിടന്ന കർത്താവിനെ കുന്തം കൊണ്ട് കുത്തി അവിടുത്തെ ഹൃദയം പിളർന്നു. ഇവിടെ യേശുവിൻ്റെ വാക്കുകളാൽ മാതാവിൻ്റെ ഹൃദയം, മാതൃഹൃദയം നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. പിന്നീട് ഇങ്ങോട്ട് ചരിത്രം മുഴുവൻ കാണുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. മാതാവ് പ്രത്യേകമായ തൻ്റെ സഹായം വാഗ്ദാനം ചെയ്യുന്നു. ആ അപകടസന്ധിയിൽ രക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗം നമുക്ക് മാതാവ് കാണിച്ചു തരികയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ സാഘോഷം തന്നെ കൊണ്ടാടുകയാണ്. ഈ കർമ്മല മാതാവിൻ്റെ ആ ചരിത്രവും എടുത്തു കാണിക്കുന്നത് പ്രത്യേകമായോ ആ മാതൃഹൃദയം എന്തുമാത്രം നമുക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പ്രത്യേകമായും ഉത്തരീയ ദാനം എന്നുള്ള സംഭവം മിസ്റ്റർ സൈമൺ സ്റ്റോയിനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് 1251 ജൂലൈ 16 ഈ ഉത്തരീയം നൽകുന്നത്. അന്ന് മിസ്റ്റർ സൈമൺ സ്റ്റോയിൻ ചരിത്രം നമുക്കറിയാം. വളരെ ശക്തമായ രൂക്ഷമായ പ്രതിസന്ധി സമയത്ത് വിശുദ്ധൻ പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മയുടെ സഹായത്തിനു വേണ്ടി. ആ പ്രാർത്ഥന കേട്ടു. സ്വർഗത്തിൽ നിന്ന് മാതാവ് ഇറങ്ങി വന്നു. സൈമൺ സ്റ്റോക്ക് മാതാവിന് മുമ്പിൽ ഉന്നയിച്ച ആ പ്രശ്നത്തിന്, പ്രതിസന്ധിക്ക് പരിഹാരവും നിർദ്ദേശിച്ചുകൊണ്ടാണ്. ഒത്തിരി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള എൻ്റെ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. കർമ്മലിത സഭ അംഗങ്ങൾക്കുള്ള ഒരു പ്രത്യേകമായ ആനുകൂല്യമാണ് നൽകുന്നത്. ഞാൻ എന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്നുള്ളൊരു വാഗ്ദാനവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യനരകത്തിൽ നിവദിക്കുകയില്ല. അതുപോലെ തന്നെ എല്ലാ അപകടങ്ങളിലും പ്രതിസന്ധികളിലും തൻ്റെ സഹായം നമ്മോടുകൂടി ഉണ്ടായിരിക്കും എന്നതിൻ്റെ ഒരു അച്ചാരം, അടയാളം കൂടിയാണ് ഈ ഉത്തരീയം. അങ്ങനെ നമ്മെക്കുറിച്ച് വളരെയേറെ കരുതലുള്ള, ചിന്തയുള്ള, താല്പര്യമുള്ള, ആകാംക്ഷയുള്ള അമ്മയെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക. മാതാവ് എല്ലാ അനുഗ്രഹങ്ങളുടെയും നീർച്ചാലാണ് എന്ന് പറയാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും മാതാവിലൂടെയാണ് കടന്നു വരുന്നത്. മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് ഉറുദു വാക്കിലെ സിസ്റ്ററായിരുന്ന സിസ്റ്റർ കാതറിൻ ലബൂറെ ആ സിസ്റ്ററിനോട് പറഞ്ഞു, ഒരു മെഡൽ ഉണ്ടാക്കണം. അതിന് മോഡൽ കാണിച്ചു കൊടുത്തു. അതിലൊന്ന് മാതാവ് ഇരു കൈകളും താഴേക്ക് നീട്ടി വിരിച്ചു പിടിച്ചിരിക്കുന്നതായിട്ടാണ്. ആ കരങ്ങളിൽ നിന്ന് കിരണങ്ങൾ, പ്രകാശപൂർണമായ അത്യാകർഷകമായ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. മാതാവ് തന്നെ വാഗ്ദാനം നൽകി, ഇത് ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകുന്നതിൻ്റെ അടയാളമാണ്. അങ്ങനെ സകല നന്മകളും സകല കൃപകളും മാതാവിലൂടെയാണ് നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നത്, നമ്മിലേക്ക് ഒഴുകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ആ മെഡലിലുള്ള ചിത്രീകരണത്തിലൂടെ. ദൈവമാണ് എല്ലാ കൃപകളുടെയും ഉറവിടം. ദൈവത്തിൽ നിന്നാണ് കൃപകൾ വരുന്നത്. എന്നാൽ ഈ കൃപ
നമ്മിലേക്ക് ഒഴുകുന്നത് മാംസം ധരിച്ച വചനമായ ദൈവപുത്രനായ യേശുവിലൂടെയാണ്. അതും നമുക്കറിയാം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച് പുത്രൻ യേശുവിലൂടെ കൃപ നമ്മിലേക്ക് ഒഴുകുന്ന ആ സംവിധാനം കർത്താവ് അത് തുടർന്നുകൊണ്ട് പോകുന്നതിന് 7 കൂദാശകൾ സ്ഥാപിച്ചു. ഈ കൂദാശകൾ ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകളാണ്. ഇനി ഇതിനോട് ചേർക്കപ്പെടുന്ന ഒന്നാണ് മാതാവ് സകല അനുഗ്രഹങ്ങളുടെയും നീർച്ചാലാവുന്നു എന്ന് പറയുന്നത്. ദൈവമാണ് ഉറവിടം. യേശുവിലൂടെയാണ് പ്രവഹിക്കുന്നത്, കൂദാശയിലൂടെയും പ്രവഹിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേകമായ സ്ഥാനം മാതാവ് നൽകിയിരിക്കുകയാണ്. കാരണം രക്ഷാകര പദ്ധതിയിൽ മാതാവ് വഹിച്ച പങ്ക് അന്യാദൃശമായിരുന്നു. മറ്റാർക്കും അത്തരമൊരു സ്ഥാനം രക്ഷണീയ പദ്ധതിയിൽ ദൈവം നൽകിയിട്ടില്ലായിരുന്നു. യേശുവിനോട് ചേർന്ന് നിന്ന് പരിത്രാണ രക്ഷാകര കർമ്മത്തിൻ്റെ എല്ലാ സഹനങ്ങളും വേദനകളും കുരിശിൽ മരണം തന്നെയും എന്ന് പറയാം. കുരിശിൽ ശാരീരികമായി മരിച്ചില്ലെങ്കിലും ആ മരണവേദന മുഴുവനും ഏറ്റെടുത്തുകൊണ്ടാണ് മാതാവ് കുരിശിന് ചുവട്ടിൽ നിന്നിരുന്നത്. അങ്ങനെ തന്നോട് ഏറ്റവും അധികം സഹകരിച്ച രക്ഷണീകർമ്മത്തിൽ വലിയ പങ്ക് വഹിച്ച മാതാവിന് ആ രക്ഷണീകർമ്മത്തിലൂടെ കർത്താവ് നേടിയ അനുഗ്രഹങ്ങളിൽ ഒരു പങ്ക്, അല്ലെങ്കിൽ അതിൽ ആ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകുന്നതിലുള്ള ആ സംവിധാനത്തിൽ ഒരു പ്രത്യേകമായ പങ്ക് ദൈവം നൽകുകയാണ്. അങ്ങനെ മാതാവ് ആ അർത്ഥത്തിലാണ് സകല കൃപകളും അമ്മയിലൂടെയാണ് പ്രവഹിക്കുന്നത് എന്ന് പറയുന്നത്. വിശുദ്ധനായ രക്തസാക്ഷിയായ മാക്സിമിലിയൻ കോൾബെ, വലിയൊരു വിശുദ്ധൻ, ഈ കേരളത്തിൽ വരാപ്പ് രൂപതയിലും കളമശ്ശേരിയിലും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു വിശുദ്ധൻ എന്ന് പറയാം. അദ്ദേഹം വലിയ മരിയ ഭക്തനായിരുന്നു. ഒരു വലിയ മരിയൻ സംഘടന തുടങ്ങുന്നതിനും അദ്ദേഹത്തിന് പ്ലാനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഇതാണ്: യേശു മനുഷ്യകുലത്തിൻ്റെ സഭയുടെ ശിരസ്സാണെങ്കിൽ ആ ശരീരത്തിലേക്ക് ശിരസിൽ നിന്ന് കൃപകൾ ഒഴുകുന്നത് മാതാവാകുന്ന കഴുത്തിലൂടെയാണ്. മാവീയ ശരീരത്തിൻ്റെ കഴുത്താണ് മാതാവ് എന്ന് ഈ വിശുദ്ധൻ പ്രത്യേകമായും ഒരു മനോഹരമായൊരു സങ്കല്പം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. തന്നിലൂടെ ഒഴുകുന്നതിന് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു സ്രോതസ്സാണെന്ന് പറയാം ഉത്തരീയം. ഉത്തരീയം മാതാവിൻ്റെ കൂദാശയാണെന്ന് പറയാറുണ്ട്. എന്നാൽ കൂദാശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദൃശ്യമായ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുക്കുന്നതിന് ഫലദായകമായ, അത് സൂചിപ്പിക്കുന്നവ നൽകുന്ന ഒരു അടയാളമാണ് കൂദാശ. ദൈവത്തെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകുന്നു. അതിന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. ഓരോ കൂദാശയും ഒരു അടയാളമാണ്. ആ അടയാളങ്ങൾ സൂചിപ്പിക്കുക മാത്രമല്ല, സൂചിപ്പിക്കുന്നവ ജനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ കൂദാശയുടെ ആ ചിത്രമായ ഒരു നിർവചനം മനസ്സിൽ വെച്ചുകൊണ്ട് ഉത്തിരീയത്തെ മാതാവിൻ്റെ കൂദാശ എന്ന് വിളിക്കാറുണ്ട്. കൂദാശ അനുകരണം, കൗദാശികം എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെയും മാതാവ് നമുക്ക് നൽകുന്ന പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ അടയാളമാണ് ഈ വെന്തീഞ്ഞ. അപ്പോൾ ആ ഒരർത്ഥം നമ്മൾ എടുക്കുമ്പോൾ എന്തുമാത്രം ആദരവോടെയാണ്, നന്ദിയോടെയാണ്, സ്നേഹത്തോടെയാണ് ഈ ദാനത്തെ മാതാവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മളുടെ സ്നേഹം കൊണ്ട് മാത്രം, നമ്മളുടെ സ്നേഹത്തെ തുടിക്കുന്ന ഹൃദയത്തോടുകൂടെ മാതാവ് നമുക്ക് നൽകുന്ന വലിയൊരു സ്നേഹ സമ്മാനമാണ് തിരുവുത്തിരിയും. ഈ ഉത്തിരിയും നേരത്തെ കണ്ടത് വലിയ സൈമൺ സ്റ്റോക്കിന് നൽകി.
കർമ്മലീത്ത സഭയ്ക്ക് നൽകി. ഈ സഭയിൽ അംഗങ്ങൾക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും സ്വീകാര്യമാകുന്നതിന് വേണ്ടി മാർപ്പാപ്പന്മാർ ഇത് അംഗീകരിച്ച് അതിൻ്റെ രൂപം ചെറുതാക്കി ഏവർക്കും ധരിക്കാവുന്ന രീതിയിൽ ഇന്നത്തെ തരത്തിലുള്ള വെന്തിഞ്ഞ ഉത്തരീയം അതിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഇന്ന് മാതാവിൻ്റെ പ്രത്യേകമായ ഒരു ബന്ധത്തിൽ കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നു. മാതാവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ ചേരുകയാണ് ഈ ഉത്തരീയം സ്വീകരിക്കുമ്പോൾ. മാതാവിൻ്റെ കുടുംബാംഗങ്ങളാണ്. മാതാവിനോട് അതിവിശിഷ്ടമായ ഒരു സ്നേഹ ബന്ധം സ്ഥാപിക്കുവാൻ നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. മാതാവ് നമ്മെ തൻ്റെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നു. തന്നെ അമ്മയായി നമുക്ക് നൽകുന്നു. കഴിവിലെ കുരിശിൻ ചൂട്ടിൽ വെച്ച് ഏറ്റെടുത്ത ദൗത്യം ഇന്ന് പൂർണ്ണമായും വളരെ ശക്തമായും നമ്മുടെ മേൽ അവിടെ നിന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ മാതൃവാത്സല്യം, സ്നേഹം, സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ വിന്ദിഞ്ഞ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ വളരെ നിസ്സാരമാണ്, അത്രയേറെ വിലയുള്ളതൊന്നുമല്ല, അത്രയ്ക്ക് രഹസ്യാത്മകമായ നിഗൂഢതകളൊന്നും അതിൽ കാണുന്നുമില്ല. പക്ഷേ ഈ വെന്തിഞ്ഞയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മാർപ്പാപ്പന്മാരും തന്നെ ഇത് അംഗീകരിക്കുന്നു. ഏതാണ്ട് 40ഓളം ശാക്രിയ ലേഖനങ്ങൾ തന്നെയും എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് പലരും സംശയിക്കുന്ന 2 കാര്യങ്ങളാണ്. വാസ്തവത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയോ? സ്വർഗത്തിൽ എങ്ങനെയാണ് ഉത്തരീയം കൊണ്ടുവരിക? സ്വർഗത്തിൽ ഒരു ആധ്യാത്മിക തലമല്ലേ, അവിടെ നിന്ന് കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ശനിയാഴ്ച വരെ ജോൺ 22 മാർപ്പാപ്പയ്ക്ക് മാതാവ് 1322 പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞ് നൽകിയതാണ് ഈ വാഗ്ദാനം. അദ്ദേഹം അന്ന് മാർപ്പാപ്പയായിരുന്നില്ല. പിന്നീട് മാതാവെന്ന് പറഞ്ഞിരുന്നു, താമസിയാതെ നീ മാർപ്പാപ്പയാകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ജനങ്ങളെ അറിയിക്കണം, ഈ ഭക്തിയിൽ ജനങ്ങളെ വളർത്തണം. അങ്ങനെ ഇദ്ദേഹം മാർപ്പാപ്പയായി. ഇദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ശാക്രിയ ലേഖനത്തിലൂടെ ഈ വലിയ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. മറ്റനേകം തുടർന്നു വന്ന മാർപ്പാപ്പന്മാർ അത് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും സഭയ്ക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഉത്തരീയത്തെ നമ്മൾ വളരെ താല്പര്യപൂർവ്വം സ്നേഹിക്കുവാൻ, ആദരപൂർവ്വം സ്വീകരിക്കുവാൻ, ഭക്തിപൂർവ്വം ധരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഉത്തരീയം ഒരു പടച്ചട്ടയാണ്. ഈ പടച്ചട്ട ധരിച്ചുകൊണ്ടാണ് സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് അടരാടാനുള്ളത്. ശക്തമായൊരു പടച്ചട്ട. മാതാവ് തന്ന 2 കാര്യങ്ങളാണ് കൊന്തയും ഉത്തരീയവും. കൊന്ത ജപമാല ആയുധമാണ്, ഉത്തരീയം പടച്ചട്ടയാണ്. ആയുധം എടുത്ത് പ്രയോഗിക്കണം, അതാണ് കൊന്ത ചൊല്ലുന്നത്. അപ്പോൾ ജപമാല ചൊല്ലാനുള്ളതാണ്. ഉത്തരീയം അത് നമുക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള പടച്ചട്ടയാണ്, അത് നമ്മൾ ധരിക്കണം. അതാണ് ഉത്തരീയം നമ്മൾ കഴുത്തിൽ ധരിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പം ഇങ്ങനെ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെ ഈ 2 അടയാളങ്ങൾ വളരെ താല്പര്യപൂർവ്വം ബഹുമാനത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് അത് മാതാവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ജപിക്കുവാനും ധരിക്കുവാനുമായി വിനിയോഗിക്കുമ്പോൾ വളരെ പ്രത്യേകമായൊരു സംരക്ഷണം നമുക്ക് മാതാവിൽ നിന്ന് ലഭിക്കുകയാണ്. നമ്മളെ പ്രത്യേകമായും കർമ്മല സഭയിൽ അംഗങ്ങളാക്കി മാറ്റുന്നു ഈ തിരുവുത്തിരിയും. മാതാവിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായി നമ്മൾ മാറുകയാണെന്ന് പറഞ്ഞു. കർമ്മലീത്ത സഭ ഏതെല്ലാം വിധത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലകൊള്ളുന്നുവോ അവിടെയൊക്കെയുള്ള അംഗങ്ങൾ, കർമ്മലീത്ത സഭ അംഗങ്ങൾ നിർവഹിക്കുന്ന എല്ലാ ഭക്തകൃത്യങ്ങളിലും ഈ ഉത്തരീയ സഖ്യാംഗങ്ങൾക്കും അർഹതയുണ്ട്, ഭാഗഭാഗിത്വമുണ്ട്. അവരുടെ എല്ലാ പ്രാർത്ഥന ആനുകൂല്യങ്ങളിലും നമുക്ക് പങ്കുവറ്റുവാൻ സാധിക്കും. സഭയ്ക്ക് മാർപ്പാപ്പ അനുവദിച്ചിട്ടുള്ള
എല്ലാ പ്രത്യേകമായ ആനുകൂല്യങ്ങളും ദണ്ഡവിമോചനങ്ങളും നമുക്ക് എല്ലാവർക്കും പ്രാപിക്കാനാവും. അത് കർമ്മലിത്ത സഭയിൽ ഔദ്യോഗികമായിട്ട് അംഗമാകാതെ തന്നെ അതിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അംഗങ്ങളെപ്പോലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സംരക്ഷണമാണ്, ഒരു വലിയ സംവിധാനമാണ് മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഈ വലിയ അനുഗ്രഹങ്ങൾ നന്ദിയോടെ നമുക്ക് സ്വീകരിക്കാം. പ്രത്യേകമായും ഇവയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് മാതാവിന് നന്ദി പറയുവാനുള്ള ഒരു പ്രത്യേകമായ ദിവസമാണ് ഈ ജൂലൈ 16-ാം തീയതി. നമ്മളെല്ലാവരും ഒത്തിരി സഖ്യത്തിൽ മിക്കവാറും അംഗങ്ങളായിട്ടുള്ളവരായിരിക്കാം. നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒത്തിരി നൽകിക്കൊണ്ട് നമ്മളെ ഒത്തിരി സഖ്യത്തിൽ അംഗങ്ങളാക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ഇവിടെ ആരംഭിച്ചത് കേരളത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഒരു ആദ്യ കുർബാന സേവനത്തിന് വെന്തിഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമായി തീരുന്നു. അങ്ങനെയല്ല, ഒത്തിരി സഖ്യമുണ്ട്, സഖ്യത്തിന് അംഗങ്ങളാക്കുകയാണ്. ആ സഖ്യത്തിന് അംഗങ്ങളായി രജിസ്റ്ററിൽ പേര് ചേർക്കണം. അങ്ങനെ ഈ പ്രത്യേകമായ ആനുകൂല്യങ്ങൾക്ക് അവരെല്ലാം അർഹരായി തീരുകയും ചെയ്യും. ഇന്ന് നമ്മളിവിടെ ഈ തിരുവുത്തിരിയും ആശീർവദിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരെയും അണിയിച്ച് ഈ ഉത്തിരിയ സഖ്യത്തിൽ അംഗങ്ങളാക്കുവാൻ പോവുകയാണ്. ഇതിന് അംഗങ്ങളായിട്ടുള്ളവർക്ക് അത് നവീകരിക്കുവാനുള്ള സമയമാണ്. അല്ലാത്തവർക്ക് പുതുതായി അംഗങ്ങളായി ചേരുവാനുള്ള സമയവും കൂടിയാണിത്. ഈ ഒത്തിരി ഇന്ന് നൽകുന്നത് പൊട്ടിപ്പോയാലും കീറിപ്പോയാലും മോശമായി പോയാലും മറ്റൊന്ന് വാങ്ങി നിങ്ങൾക്ക് ധരിക്കാം. അത് പ്രത്യേകിച്ച് വെഞ്ചിരിക്കണമെന്നില്ല. കാരണം നിങ്ങൾ മാതാവിന് സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ധരിക്കുന്ന ഈ വെന്തീഞ്ഞ്. അപ്പം അതിൽ തന്നെ അനുഗ്രഹീതമായി തീരും നമ്മളത് ഭക്തിപൂർവ്വം ധരിക്കുമ്പോൾ. ഇനി വെന്തീഞ്ഞെക്കുറിച്ചും പ്രത്യേകമായും ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത്, അത് രോമം കൊണ്ടുണ്ടാക്കിയതായിരിക്കും. രോമത്തിൻ്റെ തട്ടുകൾ, ആ 2 തട്ടുകൾ രോമം കൊണ്ടുണ്ടാക്കിയതാണ്. ഈ 2 തട്ടുകളെയും 2 ചരട് കൊണ്ട് പരസ്പരം ബന്ധിച്ചാണ് കഴുത്തിൽ അണിയുന്നത്. ഈ രോമത്തിൻ്റെ തട്ടുകൾ ചതുരാകൃതിയിലായിരിക്കണം, വൃത്താകൃതിയിലായിരിക്കരുത്. അത് തവിട്ട് നിറമോ കറുപ്പ് നിറമോ ആവാം, മറ്റു നിറങ്ങൾ പാടില്ല. ഇതൊക്കെയാണ് ഇതിനുള്ള നിബന്ധനകൾ. അതുപോലെ യുവത്തിരിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായും ശനിയാഴ്ചവരം പ്രാപിക്കുന്നതിന് 3 വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുക. ഈ 3 വ്യവസ്ഥകൾ, ഒന്ന്, ഒത്തിരിയും എപ്പോഴും ധരിക്കണം. നമ്മൾ ഒത്തിരിയും ധരിക്കുവാൻ ഒരു പ്രത്യേകമായ പ്രതിജ്ഞ എടുക്കുകയാണ്. ഒത്തിരിയും ധരിച്ചുകൊണ്ട് നമ്മൾ മാതാവിന് നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ്. മാതാവിന് വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠയുടെ അടയാളമാണ് ഒത്തിരിയുമെന്നാണ് 12-ാം പീസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു പ്രത്യേകമായി നമ്മൾ നമ്മെ തന്നെ മാതാവിന് സമർപ്പിക്കുന്നു. നിരന്തരം ഒത്തിരിയും ധരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ അധരം കൊണ്ട് പറയാതെ ചൊല്ലാതെ ചൊല്ലുന്ന ഒരു രീതിയാണ്. യുവത്തിയും ധരിക്കുമ്പോൾ നമ്മൾ മാതാവിനോട് പറയുകയാണ്, മാതാവേ, ഞാൻ എന്നത്തിനായി അങ്ങ് സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടേതാണ്, അങ്ങയുടെ സ്വന്തമാണ്. അങ്ങയുടെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ. ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ മാതാവിൻ്റെ പക്കലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും നമ്മൾ ഈ ഒത്തിരിയും ഭക്തിയോടുകൂടെ ധരിക്കുമ്പോൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് ജീവിത അന്തസ്സനുസരിച്ചുള്ള ജീവിത വിശുദ്ധി, ചാരിത്ര്യം എന്ന പുണ്യം അഭ്യസിക്കുക എന്നുള്ളത്. അപ്പോൾ 6ഉം 9ഉം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പാപങ്ങൾ പൂർണ്ണമായും പരിത്യജിച്ചുകൊണ്ട് മാതാവിൻ്റെ മക്കളായി വിശുദ്ധരായി ജീവിക്കാൻ എല്ലാവരും തയ്യാറാവണം. 3ാമതായി പറയുക, മാതാവിൻ്റെ സ്തുതിക്കായുള്ള എന്തെങ്കിലും പ്രാർത്ഥനയോലാണ്. പണ്ട് മുതൽ ചൊല്ലിയിരുന്നതാണ് മാതാവിൻ്റെ ചെറിയ ഒപ്പീസ്. ഈ നമുക്ക് അത് ചൊല്ലുന്നതിനുള്ള സൗകര്യമോ സമയമോ അതിനുള്ള സംവിധാനമോ ഇല്ല. പക്ഷെ പകരം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഒന്നുകിൽ ജപമാല ചൊല്ലാം, മാതാവിന് സ്തുതിക്കായുള്ള ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലാം. കുമ്പസാരക്കാരൻ്റെ അനുവാദത്തോടുകൂടെ ഏതെങ്കിലും പ്രാർത്ഥന അംഗീകാരം നേടി ചൊല്ലുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒത്തിരിയും ധരിക്കുന്നത് വെറും ഒരു കഴുത്തിൽ അണിയലല്ല, ജീവിത ശൈലിയിലെ മാറ്റമാണ്. മാതാവിൻ്റെ മകനായി മകളായി ഞാൻ ജീവിക്കും എന്നുള്ളത് ഉറച്ച തീരുമാനമാണ്. ആ തീരുമാനം എടുത്തുകൊണ്ട് നമ്മെ തന്നെ മാതാവിനെ സമർപ്പിക്കുമ്പോഴാണ് ഒത്തിരിയും ധരിക്കുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ.
സമർപ്പണമാണ്. നമ്മെ തന്നെ പൂർണ്ണമായും മാതാവിനായി കർത്താവിനായി സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനിയും വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. പ്രത്യേകമായും ഈ നമ്മളുടെ ഉത്തരീയ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇൻ സീനു മരിയേ, മാതാവിൻ്റെ മാറിടത്തിൽ എന്നർത്ഥത്തിലൊരു മാസികയുണ്ട്. അത് ക്രമമായിട്ട് എല്ലാ മാസവുമല്ല, പക്ഷേ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ ഇതിൽ ലഭിക്കും, ഇൻ്റർനെറ്റിൽ, വാട്സാപ്പിൽ. അപ്പോൾ അതിനുള്ള നിങ്ങളുടെ നമ്പറുകളും മറ്റുമൊക്കെ കൊടുക്കുവാനാണ് ഈ അപേക്ഷ ഫോറും ഫിലപ്പ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഈ സഖ്യത്തിൽ അംഗങ്ങളായി തീരുന്നു. ആ പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ പേരിൽ ഈ വാട്സാപ്പ് വരുന്നതാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യം കൂടുതലായി ഉത്തരീയത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കർമ്മല സഭയെക്കുറിച്ചും കർമ്മല സഭയുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ പരിശ്രമിക്കുക. കർമ്മല മാതാവിനോടും കർമ്മല സഭയോടും ഒരു പ്രത്യേകമായ ആഭിമുഖ്യം, ഒരു പ്രത്യേകമായ താല്പര്യം പുലർത്തുവാൻ പരിശ്രമിക്കുക. മാതാവ് തൻ്റെ രക്ഷാ കവചത്തിൽ തൻ്റെ മാതൃ വാത്സല്യത്തിൻ്റെ അടയാളമായ ആ കച്ചയിൽ പൊതിഞ്ഞ് നമ്മെ സംരക്ഷിക്കും, പരിപാലിക്കും. മാതാവിൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു.